നമസ്കാരം. കാലാവസ്ഥാ മാറ്റങ്ങൾ, ഭക്ഷണശീലങ്ങൾ, കെമിക്കലുകൾ നിറഞ്ഞ ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. മുടി കൊഴിച്ചിൽ, താരൻ, അകാലനര, മുടിക്ക് കട്ടയില്ലായ്മ ഇതൊക്കെ ഇന്ന് എല്ലാവരുടെയും പ്രധാന പ്രശ്നങ്ങളാണ്. നൂറ്റാണ്ടുകളായി കേരളീയർ മുടി സംരക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്ന പാർശ്വഫലങ്ങളില്ലാത്ത നാട്ടുമരുന്നുകളെപ്പറ്റി നോക്കാം. ആദ്യം കൂടുതൽ പേരെ അലട്ടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. മുടി കൊഴിച്ചിൽ. തലയോട്ടിക്ക് വേണ്ടത്ര പോഷണം കിട്ടാതെ വരുമ്പോഴാണ് മുടി ദുർബലമാവുകയും കൊഴിയുകയും ചെയ്യുന്നത്. ഉള്ളിനീരും വെളിച്ചെണ്ണയും. 5-6 ചെറിയുള്ളി എടുത്ത് നന്നായി അരച്ച് നീരെടുക്കുക. ഈ നീര് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുമായി ചേർക്കുക. ഇത് തലയോട്ടിയിൽ നന്നായി തേച്ചു പിടിപ്പിച്ച് വിരലുകൊണ്ട് വൃത്താകൃതിയിൽ മൃദുവായി മസാജ് ചെയ്യുക. 30 മിനിറ്റിന് ശേഷം വീര്യം കുറഞ്ഞ താളിയോ ഷാമ്പുവോ ഉപയോഗിച്ച് കഴുകിക്കളയാം. ഉലുവയും കഞ്ഞിവെള്ളവും. 1 പിടി ഉലുവ രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക. പിറ്റേന്ന് ഇത് അരച്ച് പേസ്റ്റ് പോലെ ആക്കാം. ഇതിലേക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ചേർത്ത് യോജിപ്പിക്കുക. കഞ്ഞിവെള്ളം ഒരു പ്രകൃതിദത്തമായ കണ്ടീഷണർ കൂടിയാണ്. ഇത് തലയൊട്ടിയിലും മുടിയിലും നന്നായി തേച്ചു പിടിപ്പിച്ച് 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. ഇത് മുടി കൊഴിച്ചിൽ തടഞ്ഞ് മുടിയുടെ കട്ടി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. കറിവേപ്പില. 1 പിടി കറിവേപ്പില എടുത്ത് നന്നായി കഴുകി ഉണക്കുക. ഇത് വെളിച്ചെണ്ണയിലിട്ട് നന്നായി തിളപ്പിച്ച് കറിവേപ്പിലയുടെ നിറം കറുപ്പ് കലർന്ന പച്ചയായി മാറുമ്പോൾ തീയണയ്ക്കാം. എണ്ണ തണുത്ത ശേഷം അരിച്ചെടുത്ത് ഉപയോഗിക്കാം. ഈ എണ്ണ ദിവസവും ചെറു ചൂടോടെ തലയിൽ തേച്ച് മസാജ് ചെയ്യുന്നത് മുടി കൊഴിച്ചിലിനെ പ്രതിരോധിക്കാൻ സഹായിക്കും. താരനും ചൊറിച്ചിലും. മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് താരൻ. തലയൊട്ടിയിലെ ഫംഗസ് ബാധ, വരൾച്ച, എണ്ണമയം എന്നിവയെല്ലാം താരന് കാരണമാകും. അരക്കപ്പ് പുളിച്ച തൈരെടുക്കുക. തൈരിലെ ലാക്റ്റിക് ആസിഡ് താരനെ കളയാൻ സഹായിക്കും. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ചേർക്കുക. അളവ് കൂടിയാൽ മുടി വരണ്ടു പോകാൻ സാധ്യതയുണ്ട്. ഇതിനൊപ്പം 1 ടീസ്പൂൺ ഉണക്ക നെല്ലിക്ക പൊടിച്ചതോ അല്ലെങ്കിൽ നെല്ലിക്ക അരച്ചെടുത്തതോ ചേർക്കാം. നെല്ലിക്ക മുടിക്ക് തിളക്കം നൽകും. ഈ മിശ്രിതം തലയോട്ടിയിൽ നന്നായി തേച്ചു പിടിപ്പിച്ച് 20 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. താരനുള്ളവർ ചൂടുവെള്ളം ഉപയോഗിക്കരുത്. ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്യുന്നത് താരനെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ സഹായിക്കും. തുളസിയും വേപ്പിലയും. 1 പിടി തുളസിയിലയും 1 പിടി വേപ്പിലയും എടുക്കുക. ഇത് രണ്ടും ചേർത്ത് വെള്ളം ഉപയോഗിച്ച് നന്നായി അരച്ചെടുക്കാം. ഇത് തലയോട്ടിയിൽ തേച്ചു പിടിപ്പിച്ച് 15 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. തലയിലെ ചൊറിച്ചിലിനും അണുബാധകൾക്കും ഇത് വളരെ നല്ലതാണ്. കറ്റാർവാഴ പ്രകൃതിദത്തമായ മോയ്സ്ചറൈസർ ആണ്. തലയോട്ടിയിലെ pH നില സന്തുലിതമാക്കാൻ ഇത് സഹായിക്കും. കറ്റാർവാഴ ജെല്ലെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ കൂടി ചേർത്ത് യോജിപ്പിക്കുക. ഇത് തലയോട്ടിയിൽ മസാജ് ചെയ്യുന്നത് വരണ്ട തലയോട്ടി കാരണം ഉണ്ടാകുന്ന താരനെ അകറ്റാൻ സഹായിക്കും.